സംസ്ഥാന ബജറ്റ് കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം ടൂറിസം മേഖലയ്ക്കും നല്ല നിലയിലുള്ള പുരോഗതി കൈവരിക്കാൻ പര്യാപ്തമായ ഒരു ബഡ്ജറ്റായിട്ടാണ് കാണുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്ത് സുഗന്ധ വ്യഞ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് 4.6 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് ആ മേഖലയ്ക്ക് ഊർജ്ജം പകരാൻ ഉതകുന്ന വിധത്തിലുള്ള ചെറുകിട കർഷകർക്ക് സഹായമാകുന്ന ഒരു കാര്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയുടെ ടൂറിസം സാധ്യത ധാരാളം കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാല ബഡ്ജറ്റിലൂടെ കൊണ്ടുവരാൻ പറ്റി. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള റോഡുകളും പാലങ്ങളും അനുബന്ധ സൗകര്യങ്ങളും പുതിയ താലൂക്കും എന്ന് വേണ്ട നിരവധിയായ കാര്യങ്ങൾ. ടൂറിസത്തിന്റെ പ്രാധാന്യത്തെ കുറെ കൂടി കരുതലോടുകൂടി കണ്ടുകൊണ്ടാണ് ഇടുക്കി ആർച്ച് ഡാം പ്രതലമാക്കി ലേസർ ഷോ അതിന് വിപുലമായ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. അത് ടൂറിസം രംഗത്ത് വലിയ മാറ്റം ഇടുക്കി രൂപപ്പെടുത്താനായിട്ട് കഴിയും. ഇടുക്കി ആർച്ച് ഡാമിന്റെ സമീപം ഇറിഗേഷൻ മ്യൂസിയം, സാംസ്കാരിക മ്യൂസിയം, അതോടൊപ്പം മൾട്ടിപ്ലക്സ് തിയേറ്റർ, ഫുഡ് പാർക്ക്, അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഏകദേശം 50 ഏക്കർ സ്ഥലത്തോളം പ്രയോജനപ്പെടുത്തി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആർച്ച് ഡാമിനോട് ചേർന്നുള്ള ഈ ലേസർ ഷോ കേരളത്തിനും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാവും. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റ് 5 കോടി രൂപ ഇപ്പോൾ തന്നെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ചെറുതോണി ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഇടുക്കിയിൽ നിന്നും KSRTC ഓപ്പറേഷൻ ഇല്ല. കട്ടപ്പനയിലും മൂലമറ്റത്തും KSRTCയുടെ സെന്റേഴ്സ് ഉണ്ട്. ചെറുതോണിയിൽ KSRTCയെ ഒരു ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണം അതിനാവശ്യമായ നിലയിൽ 5 കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇതോടൊപ്പം ഇടുക്കിയിൽ എയർ സ്ട്രിപ്പ്, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കലാമിറ്റി ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതോടൊപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, ഹെഡ്ക്വാർട്ടേഴ്സിനെ സജ്ജമാക്കാൻ, ടൂറിസം സാധ്യതകൾക്ക് കുറെ കൂടി ആവേശകരമായിട്ടുള്ള മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ ഇടുക്കി എയർ സ്ട്രിപ്പ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1.96 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം നമുക്ക് ഒട്ടേറെ മാറ്റങ്ങൾ. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പനയിൽ PSCയുടെ ഓഫീസിന്റെ നിർമ്മാണം, കട്ടപ്പനയിലെ ഫയർ സ്റ്റേഷന്റെ നിർമ്മാണം, അതെല്ലാം ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതി, പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും കട്ടപ്പനയിലെ ട്രാഫിക് ഒഴിവാക്കുന്നതിനുള്ള ഔട്ടർ ഇന്നർ റോഡുകളുടെ ശൃംഖല, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി രൂപപ്പെടുത്തത്തക്ക നിലയിലുള്ള നമ്മുടെ നാടിന്റെ വികസനത്തിന് വലിയ തോതിൽ നേട്ടം വരുത്താൻ കഴിയുന്ന ഒന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇടുക്കി പാക്കേജ് നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ കൂടാതെ ഈ വർഷം ഇടുക്കി പാക്കേജിന് വേണ്ടി 75 കോടി രൂപ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. വനവന്യജീവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ബുദ്ധിമുട്ടുകളാണ്. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയത്തക്ക പോലുള്ള ഫെൻസിങ്ങുകളും അനുബന്ധ സൗകര്യങ്ങളും രൂപപ്പെടുന്നതിന് ബഡ്ജറ്റിൽ തന്നെ പ്രൊവിഷൻ കൊണ്ടുവന്ന് സംസ്ഥാനത്ത് 48 കോടി രൂപ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ജില്ലയിലെ MLAയും MPയും ജില്ലാ പഞ്ചായത്തിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും എല്ലാം നേതൃത്വത്തിൽ താമസിയാതൊരു മീറ്റിംഗ് തന്നെ വിളിച്ചുകൂട്ടി രൂക്ഷമാകുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ആ പ്രശ്നം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ശാശ്വതമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ നിലയിലെല്ലാം ഒട്ടേറെ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. കാർഷിക മേഖലയിൽ നാളികേരത്തിന്റെയും അതോടൊപ്പം റബ്ബറിന്റെ തറവിലയും സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾക്കിടയിലും റബ്ബർ കർഷകരെ സഹായിക്കാൻ ബഡ്ജറ്റിലിടം തേടി എന്നുള്ളത് ശരി കാര്യമല്ല. അങ്ങനെ പൊതുവിൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലയിലും സാമൂഹ്യക്ഷേമ രംഗത്തും ക്ഷീര മേഖലയിലുമെല്ലാം വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുള്ള ഒരു ബഡ്ജറ്റായി ഇതിനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ കുതിപ്പിന് ഒരു
ഊർജ്ജം പകരാൻ കഴിയുന്ന ബഡ്ജറ്റാണ് ധനമന്ത്രി ശ്രീ കെ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.